وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. صدق الله العلي العظيم وصدق وبلغ رسول النبي الكريم. نحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനം നിറഞ്ഞ വേദിയിലുള്ള പണ്ഡിതന്മാരെ, വിശുദ്ധമായ റമദാനിലും കാരുണ്യ പ്രവർത്തനത്തിന്റെ വലിയ നിറവോടുകൂടെ ഈ ഒരു സംഗമത്തെ ഒരുമിച്ച് കൂട്ടിയ അൽ അബ്റാർ വെൽഫെയർ സെന്റർ, അതിന്റെ പ്രവർത്തകരെ, വിശുദ്ധ റമദാനിന്റെ ഈ ഒരു സുന്ദര സമയത്ത് വിളിച്ചു ചേർത്ത വിജ്ഞാന സദസ്സിലേക്ക് കടന്നു വന്ന നാട്ടിലുള്ള പ്രിയപ്പെട്ട ഉപ്പമാര്, ചെറുപ്പക്കാര്, വാത്സല്യനിധികളായ ഉമ്മമാര്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമദാനിന്റെ മഗ്ഫിറത്തിന്റെ 10 ഇന്നത്തെ രാത്രിയോടുകൂടി രാവ് സമാപിക്കുകയാണ്. കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സദസ്സിലുള്ള പ്രാർത്ഥനക്ക് വലിയ ഉത്തരമുണ്ട് എന്ന ബോധ്യത്തോടുകൂടി ജഗനിയന്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ പുറത്ത് ഈ മഗ്ഫിറത്തിന്റെ 10 നമ്മളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കപ്പെടുന്ന അമലായി കബൂലാക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, വർഷങ്ങളോളമായി ഏകദേശം 16ാമത് അൽ അബ്റാർ വെൽഫെയർ സെന്ററിന്റെ റിലീഫ് ഡേയുമായി ബന്ധപ്പെട്ട സാന്ത്വനത്തിന്റെയും ആത്മീയതയുടെയും ഒരു സദസ്സിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എല്ലാ വർഷത്തിലും വ്യത്യസ്തമായ പണ്ഡിതന്മാർ വരികയും വ്യത്യസ്തമായ സബ്ജക്റ്റിൽ സംസാരിക്കുകയും അതിലൂടെ സ്വാന്തനത്തിന്റെ പ്രത്യേകതകളും അതിന്റെ സ്ഥാനങ്ങളും മനസ്സിലാക്കുകയും കൂട്ടത്തിൽ ജീവിതത്തിൽ പകർത്തേണ്ട അറിവുകൾ പഠിക്കാൻ ഒരു ഇടം ഈ ഒരു സദസ്സിൽ കിട്ടുന്നത് വലിയ സന്തോഷമാണ്. വിശാലമായ ആമുഖത്തിലേക്ക് കടക്കാതെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സദസ്സിൽ വന്നിരിക്കുന്ന ഓരോ ഉപ്പമാരും ഉമ്മമാരും എന്നെനിക്ക് ബോധ്യമാണ്. ഈ കാലഘട്ടത്തിൽ വളരെയധികം വേദനിക്കപ്പെടുന്നവരും വേദന അനുഭവിക്കുന്നവരും അതോടൊപ്പം ഏതൊരു മനുഷ്യനോടും സങ്കടങ്ങൾ തുറന്നു പറയുന്നവരുടെ ഏറ്റവും വലിയ വിലാപം സ്വന്തം മക്കളാൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുടെ അവസ്ഥകളാണ്. ഈ പാവപ്പെട്ട എളിയവൻ എല്ലാ ദിവസവും റമദാനിൽ ഈ 10 മണി മുതൽ 12 മണി വരെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഓൺലൈനിലൂടെ ക്ലാസ് എടുക്കുന്നവരും 4 വർഷത്തോളമായി 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മജ്‌ലിസ് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി എന്ന നിലക്ക് ദിവസേന ഒരുപാട് ഉമ്മമാരുടെ കോളുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. അതിൽ ഭൂരിഭാഗം കോളുകളും
സാമ്പത്തികമായ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ശാരീരികമായ രോഗങ്ങളോ അല്ല പലവരുടെയും സങ്കടങ്ങൾ. ഓരോ ഉമ്മമാരുടെ കണ്ണുനീര് ഫോണിലൂടെ എങ്ങനെ ഫോണ് വെക്കണം, ആ ഉമ്മയുടെ കരച്ചില് കേട്ട് ഞാൻ എങ്ങനെ ഈ ഫോണ് കട്ട് ചെയ്യും, ആ നിലക്ക് പ്രിയപ്പെട്ട ഉമ്മമാര് പ്രസവിച്ച് വളർത്തിയ ആൺമക്കളും പെൺമക്കളും ആ മാതാപിതാക്കളോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ക്രൂരത, ആ ഉമ്മമാര് ഉസ്താദിനോടെങ്കിലും പറഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടുമെന്ന് കരുതി പൊട്ടിക്കരയുന്നവർ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കുന്ന ഇബാദത്തുകളിൽ ഒന്നാമതായി എണ്ണിയത് വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. ജഗനിയന്താവായ നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഖാലിഖായ റബ്ബിനെ ആരാധിക്കുക. അതാണ് ഏറ്റവും ഒന്നാമത്തെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആരാധനയിൽ പ്രധാനപ്പെട്ട ഇബാദത്ത്. അള്ളാഹുവിന്റെ ആരാധനയാണ്. ആ അള്ളാഹുവിന്റെ ആരാധനയാണ് നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ സ്വതക്കകൾ, നമ്മുടെ സക്കാത്തുകൾ, നമ്മുടെ സൽക്രമങ്ങൾ. ഇതെല്ലാം വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. ഇത് വിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത്. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു തആല ഈ ആയത്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ആയത്തിന്റെ തുടക്കം കഴിഞ്ഞ ഉടനെ അല്ലാഹു തആല പ്രയോഗിച്ച മറ്റൊരു പ്രയോഗം വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. ഈ കാലഘട്ടത്തിൽ പലവരുടെയും ജീവിതങ്ങൾ എടുത്തു നോക്കുമ്പോൾ എല്ലാ സൽക്രമങ്ങളിലും മുൻപന്തിയിലാണ്. ചെയ്ത ഹജ്ജുകൾക്കും ഉംറകൾക്കും എണ്ണങ്ങളില്ല. സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമാണ്. എല്ലാത്തിലും ഉത്തരവാദിത്തങ്ങളിലും രംഗത്തുള്ളവരാണ്. പക്ഷേ ജനിപ്പിച്ച അല്ലെങ്കിൽ പ്രസവിച്ച പ്രിയപ്പെട്ട ഉമ്മയോടും വളർത്തിയ വാപ്പയോടുമുള്ള സമീപനം അന്വേഷിക്കുമ്പോൾ പലവരും ആ വിഷയത്തിൽ പരാജിതരാണ്. വിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു, അല്ലാഹുവിന്റെ ആരാധന കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു ഇബാദത്തുണ്ടെങ്കിൽ വബിൽ വാലിദൈനി ഇഹ്സാനാ. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യലാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് ഖുർആൻ ആ വാക്ക് നിർത്തിയില്ല. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ. നിങ്ങളെ വീട്ടിൽ പ്രായമുള്ള വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ വാപ്പയും ഉമ്മയും ഉണ്ടെങ്കിൽ, അതാണ് ഖുർആന്റെ അർത്ഥം ഞാൻ പറയുന്നത്. അല്ലാഹു തആല പ്രയോഗിക്കുകയാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യല്. അള്ളാന്റെ ആരാധന കഴിഞ്ഞ രണ്ടാമത്തെ സെക്കൻഡ് നിങ്ങളുടെ മറ്റുള്ള എല്ലാ നന്മയെക്കാളും രണ്ടാമത്തെ സ്ഥാനം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യല്. എന്നിട്ട് അള്ളാഹു പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ മാതാവോ പിതാവോ അല്ലെങ്കിൽ മാതാവും പിതാവും ഉണ്ടെങ്കിൽ എങ്ങനത്തെവരാണ് അവർ? രണ്ടുപേരും വാർദ്ധക്യമുള്ളവരാണ്, പ്രായമുള്ളവരാണ്. ജീവിതത്തിൽ ചിലപ്പോൾ അവരുടെ വാക്കുകൾ നമുക്ക് പറ്റാതെ വന്നേക്കാം, അവരുടെ പ്രവർത്തനങ്ങൾ പറ്റാതെ വന്നേക്കാം. നാം വളരെ പ്രയാസപ്പെട്ട് നിർമ്മിച്ച നമ്മുടെ കൊട്ടാരം പോലത്തെ വീടിന്റെ അകത്ത് പ്രിയപ്പെട്ട ഉമ്മയുടെയും വാപ്പയുടെയും സമീപനങ്ങൾ ഒരു പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടാത്ത രൂപത്തിലായേക്കാം. അങ്ങനെ വാർദ്ധക്യവതമായ ഉമ്മയോ വാപ്പയോ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. നമ്മളെപ്പോലെ ഈ കാലഘട്ടത്തിലുള്ളവരുടെ നാക്ക് പിഴക്കുമെന്ന് റബ്ബിനറിയാം. അല്ല പറയുന്ന പ്രയോഗം എന്താണ്? മോനെ, നിന്റെ വീട്ടിൽ പ്രായമുള്ള വാപ്പയുണ്ടെങ്കിൽ, പ്രായമുള്ള ഉമ്മയുണ്ടെങ്കിൽ, നീ നിർമ്മിച്ച ഇന്റീരിയർ വർക്ക് ചെയ്ത നിന്റെ കൊട്ടാരത്തിലെ ബെഡ്റൂമിന്റെ അകത്ത് ഉമ്മ കിടക്കുമ്പോൾ ഉമ്മ അറിയാതെ നിന്റെ ബെഡിൽ മൂത്രമൊഴിച്ചു പോയാൽ, നിന്റെ വാപ്പയെങ്ങാനും നിന്റെ വീടിനകത്ത് എവിടെങ്കിലും ഒന്ന് മൂത്രമൊഴിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്യുമ്പോ നിന്റെ ഭാര്യയുടെ നിർബന്ധത്തിലോ നിന്റെ മനസ്സിന്റെ വെറുപ്പ് കൊണ്ടോ വാപ്പാന്റെ ഉമ്മ
ഉമ്മാന്റെ മുഖത്ത് നോക്കി നീ വിളിക്കുന്ന തെറികൾക്ക് പകരം അല്ല പ്രയോഗിച്ചെന്നത് വലാത്ത കുല്ലഹുമാ ഉഫിൻ. ഉഫ് എന്ന് പറയുന്ന വാക്ക് നീ പറയരുത്. വാക്ക് എന്താ ഈ ഉഫ് എന്ന് പറഞ്ഞാൽ? നിസാര വാക്കാണ്. ഉമ്മങ്ങനെ വളരെ പ്രായമുള്ള ഉമ്മയാണ്. അറിയാതെ ബാത്റൂം നമ്മളെ ബെഡിലൊന്ന് മൂത്രയിച്ചപ്പോ നമുക്ക് ദേഷ്യമൊന്നുമില്ല, എന്നാലും അറിയാതെ ഈ ഉമ്മ എന്താണ്, ആ ഒരു വാക്ക് പോലും നിന്റെ നാവിൽ നിന്ന് വരരുതെന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെ നിന്റെ ജീവിതത്തിൽ വല്ല അനുഭവങ്ങളും വന്നാൽ വകുല്ലഹുമാ ഖൗലൻ കരീമാ, നീ അവരോട് പറയേണ്ടത് മാന്യമായ സംസാരമാണ്. നിന്നെ പ്രസവിച്ചതു മുതൽ നിന്നെ വളർത്തി വലുതാക്കുന്നതിന്റെ ഇടയിൽ പ്രിയപ്പെട്ട പൊന്നുമ്മ ഭക്ഷണം കഴിക്കുമ്പോ ഒരു കൈയിൽ പാത്രത്തിൽ ഭക്ഷണമാണ്, മറുകൈയിൽ നിന്നെ ഒക്കത്ത് ചുമന്ന് നിൽക്കുന്ന പൊന്നുമോന് അറിയാതെ ഉമ്മാന്റെ ഭക്ഷണത്തിലേക്ക് പോലും മൂത്രമൊഴിച്ച സന്ദർഭങ്ങള് ഉമ്മാന്റെ ജീവിതത്തിലുണ്ടായിട്ട് ഇതുവരെ മോനെ എന്നെയും നിങ്ങളെയും ഉമ്മ എന്തൊരു കുരുത്തം കെട്ട മകനാണെന്ന് പറഞ്ഞ് ഉമ്മയുടെ ഒക്കത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞിട്ടില്ല, ഉമ്മ ചീത്ത പറഞ്ഞിട്ടില്ല, ഉമ്മ കുറ്റപ്പെടുത്തിയിട്ടില്ല. പലപ്പോഴും നിങ്ങളുടെ നജസ് പുലണ്ട വസ്ത്രവും ഭക്ഷണവും ഉമ്മാന്റെ ശരീരത്തിലും വയറ്റിലുമായിട്ട് പൊന്നുപോലെ വളർത്തിയ മാതാപിതാക്കളെ സംബന്ധിച്ച് നിന്റെ നാവിൽ നിന്ന് വകുല്ലഹുമാ ഖൗലൻ കരീമാ واحفظ لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ഖുർആൻ പറയാണ്, നിങ്ങൾ അവർക്ക് വേണ്ടി ദ്വാരക്കണം. എന്താ ദ്വാരക്കേണ്ടത്? കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഉമ്മ അതെന്റെ വകാന്നൊരു മകൻ പറഞ്ഞാലും പരിശുദ്ധമായ കഅബാലയത്തിന്റെ അടുത്ത് പോയിട്ട് ഉമ്മാനെ തോളിൽ കയറ്റിയിട്ട് കഅബ തവാഫ് ചെയ്താലും ഏത് അമല് ചെയ്താലും ഒരു ഉമ്മ നിന്നോട് ചെയ്ത കടമകൾ കാരുണ്യത്തിന് നീ ചെയ്യുന്ന ഒരു കടമയും പകരമാകില്ലെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഉപ്പമാരും ഉമ്മമാരുമാണ്. ചെറിയ മക്കൾ വളരെ കുറവാണ്, ഒക്കെ മാതാപിതാക്കളാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നത് എന്താണോ അതാണ് മക്കളിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ആ ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാവണം. നമ്മുടെ മക്കൾക്ക് നാം കാണിച്ചു കൊടുക്കുന്ന മാതൃക എന്താണോ? ഇപ്പൊ നമ്മുടെ പള്ളിക്കാട്ടിൽ കിടക്കുന്ന ഉമ്മാന്റെ ഖബറുണ്ടെങ്കിൽ, വാപ്പയുടെ ഖബറുണ്ടെങ്കിൽ, ആ ഖബറിന്റെ അടുത്ത് വെള്ളിയാഴ്ച നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കൈപിടിച്ചിട്ട് ഇത് മോനെ എന്റെ ഉമ്മാന്റെ ഖബറാണ്, വാപ്പാന്റെ ഖബറാണെന്ന് പറഞ്ഞ മക്കളെ കൊണ്ടുപോയി കൂട്ടത്തിൽ ഉമ്മാനെ വാപ്പാനെ പരിചയപ്പെടുത്തി നമ്മൾ ദുആ ചെയ്താൽ നാളെ നമ്മൾ അതുപോലെ ഖബറിൽ കിടക്കുമ്പോ നമ്മുടെ മക്കൾ വരും, മക്കളെ അവർ കൊണ്ടുവരും. ഇത് നമ്മൾ കൊടുക്കാത്തത് വലിയൊരു പരാജയം. പല മാതാപിതാക്കളും ഇന്ന് വലിയ സങ്കടത്തോടെ കരയുന്നത്. ബഹുമാനപ്പെട്ട അമീർ അൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് ഒരു പ്രിയപ്പെട്ട വാപ്പയും ഒരു മകനും പരാതിയുമായി ആ അമീർ അൽ മുഅ്മിനീനായ ഉമർ തങ്ങളുടെ ചാരത്ത് ഖിലാഫത്തിന്റെ കാലത്ത് വരികയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് വാപ്പ പറയാണ്, ഈ മകനെ കൊണ്ട് ഞാൻ കുടുങ്ങിയിട്ടുണ്ട്, ഈ മകൻ എന്നെ ചീത്ത വിളിക്കുകയാണ്, എന്നെ അടിക്കുകയാണ്, വല്ലാത്ത ഒരു അക്രമമാണ് ഈ മകനെ കൊണ്ട്. അതുകൊണ്ട് അമീർ അൽ മുഅ്മിനീൻ ഈ മകനക്ക് ഉപദേശം കൊടുക്കണമെന്ന് ആ വാപ്പ വന്നിട്ട് ബഹുമാനപ്പെട്ട ഖലീഫയോട് പരാതി പറയുക. ആ പരാതി കേട്ട അമീർ അൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മകന്റെ മുഖത്തേക്ക് തിരിഞ്ഞിട്ട് ഒരുപാട് ഉപദേശം കൊടുത്തു. ആ ഉപദേശം കൊടുത്ത സമയത്ത് ഈ മകൻ അമീർ അൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്, എന്റെ വാപ്പയോട് എനിക്ക് കടപ്പാടുണ്ടെന്ന് നിങ്ങൾ പറയുന്നതിന്റെ മുമ്പ് എനിക്ക് ബോധ്യമുണ്ട്. എന്നാൽ ഞാൻ എന്റെ ജീവിതത്തിൽ വാപ്പയിൽ നിന്ന് കണ്ട ഒരുപാട് സത്യങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ വാപ്പയെ വാപ്പ തല്ലുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ചീത്ത പറയുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ അറിഞ്ഞിട്ടുണ്ട്. അറിയാതെ ആ ഒരു തെറ്റ് എന്റെ ജീവിതത്തിൽ പതിഞ്ഞു പോയതാ.
ഇത് തെറ്റാണെന്ന് എനിക്ക് അറിയാതെ പോയതാ. സ്വന്തം മക്കള് വീട്ടിലുണ്ടാകും, ചിലപ്പോ 8, 10, 12 വയസ്സുള്ള മക്കളാകും. അവരെ മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ വാപ്പമാരെ നമ്മൾ ചിലപ്പോൾ ചീത്ത പറയുമ്പോൾ, ഉമ്മമാരെ നമ്മൾ അടിക്കുമ്പോൾ, ചീത്ത പറയുമ്പോൾ, നാളെ ഈ മക്കള് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ട് ഇതുപോലെ ചെയ്യുമെന്നുള്ള പേടി. എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മൾ എന്താണോ മക്കൾക്ക് കൊടുക്കുന്നത് അത് മക്കൾ തിരിച്ചു തരും. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ, ഉപകരിക്കുന്ന മക്കളാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര ഇബാദത്ത് ചെയ്താലും, എത്ര ഹജ്ജ് ചെയ്താലും, എത്ര ഉംറ ചെയ്താലും, ഏത് അമല് ചെയ്താലും മാതാപിതാക്കളുടെ കുരുത്തവും പൊരുത്തവും നല്ല വാക്കും കിട്ടാത്ത ഒരാളെ ഇബാദത്തും ലാ യഖ്ബലുല്ലാഹ്. വാനലോകത്തിൽ നിന്ന് മലായികത്ത് കൊണ്ടുപോയ പ്രതിഫലങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടൂല. അതിന് തങ്ങളാവട്ടെ, ഉസ്താദാവട്ടെ, വിലായത്തുള്ള ആളായാൽ പോലും മാതാപിതാക്കളെ പൊരുത്തം അത് വളരെ നിർബന്ധമാണ്. നമ്മൾ എന്ത് ചെയ്താലും, എത്രയോ ആളുകൾ ഹജ്ജിന് പോകുന്നു, ഉംറക്ക് പോകുന്നു, ബിസിനസ് തുടങ്ങുന്നു, വീട് നിർമ്മിക്കുന്നു, വീട് കുടിയിരിക്കുന്നു, പാർക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും ഉമ്മമാരോട് പറയാത്തവർ, ഉമ്മമാരോട് അന്വേഷിക്കാത്തവര് എത്രയോ ആളുകൾ നമ്മളെ പരിചയങ്ങളിലുണ്ട്. എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രിയപ്പെട്ട മാതാവിന്റെയും പിതാവിന്റെയും ഒരു നല്ല വാക്കും നല്ലൊരു പൊരുത്തവും കിട്ടാത്ത കാലത്തോളം പാതിരാ സമയം മുഴുവനും നമ്മൾ സുജൂദിൽ കിടന്നാലും റബ്ബ് സ്വീകരിക്കപ്പെടൂല. വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 നമ്മളിലേക്ക് വരുന്നത് ലൈലത്തുൽ ഖദർ, അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പ്രതിഫലം കിട്ടുന്ന ലൈലത്തുൽ ഖദർ വരാനിരിക്കുകയാണ്. ആ ലൈലത്തുൽ ഖദർ ഇറങ്ങുന്ന രാത്രിയിൽ ലൈലത്തുൽ ഖദർ ലഭിക്കപ്പെടാത്ത ആളുകളെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് കാണാം, മാതാപിതാക്കളുടെ കുരുത്തക്കേട് വാങ്ങിയ മക്കള്, ഉമ്മാനോട് വാപ്പയോട് പിണങ്ങിയ മക്കള്, ഉമ്മാന്റെ വാപ്പാന്റെ പൊരുത്തമില്ലാത്ത മക്കള്, അങ്ങനത്തവർക്ക് ലൈലത്തുൽ ഖദറിന്റെ ഭാഗ്യമില്ലെന്ന് താല റസൂലുള്ളാഹ്. ഈമാനുള്ള എന്റെ ശബ്ദം കേൾക്കുന്ന ഈ പരിശുദ്ധമായ റമദാനിൽ ഈ റിലീഫിന്റെ വലിയ സുന്ദരമായ സദസ്സിൽ വന്ന് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, ഉമ്മമാരോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഈ വിശുദ്ധ റമദാനിന്റെ നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കപ്പെടാൻ നമ്മുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ, വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? അവരെ ചാരത്ത് ചെന്നിട്ട് എത്ര പേരോട് നമ്മൾ പൊരുത്തം വാങ്ങിയിട്ടുണ്ട്, ക്ലാസ്മേറ്റിനോട് പൊരുത്തം വാങ്ങിയിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൽ 10ാം ക്ലാസ്സും +2 ഗ്രൂപ്പില് എത്ര പാന്യ പെണ്ണിനോട് പൊരുത്തം വാങ്ങിയിട്ടുണ്ട്. അവിടെയൊന്നും ഷെയ്ക്കാൻഡ് കൊടുത്ത് പൊരുത്തം വാങ്ങുന്നതില് ഒരു മടിയുമില്ലാത്ത ഈ ആധുനിക കാലത്ത് പ്രസവിച്ച പാവപ്പെട്ട ഉമ്മ, അതെന്നെ വളർത്തിയ പ്രിയപ്പെട്ട ഉപ്പാന്റെ കൈ പിടിച്ചിട്ട്, എന്റെ ഉപ്പ, ജീവിതത്തിലെ ഏറ്റവും കടപ്പാട് നിങ്ങളോടാണ്. ഈ ആയുസിന്റെ ഇടയില് വാപ്പ വേദനിക്കുന്ന വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടാകോ, ഞാൻ ചെയ്തിട്ടുണ്ടാകോ, എന്റെ അടുത്ത് വന്നിട്ടുണ്ടാകോ, വാപ്പ എനിക്കൊന്ന് പൊരുത്തപ്പെട്ട് തരുമോ എന്ന് വാപ്പാനോട് നേരിട്ട് ചോദിച്ച മക്കൾ ഈ കാലത്തുണ്ടോ? ഉമ്മാനോട് ചോദിച്ച മക്കൾ ഈ കാലത്തുണ്ടോ? മറ്റുള്ളവരെ മുമ്പിൽ പോയി കൈപിടിച്ച് കെട്ടിപ്പിടിച്ച്, നോമ്പല്ലേ വരുന്നത്, റമദാനല്ലേ വരുന്നത്, എനിക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരണേ എന്ന് അന്യ പെണ്ണിനോട് പറയാൻ മടിക്കാത്ത ഈ കാലത്ത് സ്വന്തം ഉമ്മാനോട് പൊരുത്തം വാങ്ങിയവരില്ലല്ലോ. ഇവിടെയാണ് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞ്, റിദൽ വാലിദൈ, അല്ലാഹുവിന്റെ പൊരുത്തമെന്നത് മാതാപിതാക്കളെ പൊരുത്തമാണ്. അല്ലാഹുവിന്റെ കോപമെന്നത് മാതാപിതാക്കളെ കോപമാണ്. ഒരു മകനോട് ഉമ്മ മിണ്ടുന്നില്ലെങ്കിൽ അവനോട് റബ്ബ് മിണ്ടുന്നതല്ല. അല്ലാഹു മിണ്ടാത്തവരോട് മാതാപിതാക്കൾക്കും മിണ്ടേണ്ടതില്ല. ഈ നിലക്ക് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സംഗമം, അത് അല്ലാഹുവും മാതാപിതാക്കളും തമ്മിലുള്ളതാണ്. റിദൽ വാലിദൈ
മാതാപിതാക്കളുടെ പൊരുത്തം അത് ഉമ്മമാരെ ആ ഉമ്മയുടെയും ഉപ്പയുടെയും പൊരുത്തത്തിലാണ്. നോക്കൂ നിങ്ങള്, ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖാല സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ചോദിക്കുകയാണ്, അയ്യുൽ അമലു അഹബ്ബു ഇലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് ചോദിച്ചു, നബിയെ, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? അല്ലാഹുക്ക് ഏറ്റവും തൃപ്തികരമായ അമൽ ഏതാണ് എന്ന് ചോദിച്ച സമയത്ത് ബഹുമാനപ്പെട്ടവര് പറയാണ്, ഖാല അസ്വലാത്തു അലാ വഖ്തിഹാ. ഈ കാണുന്ന പള്ളിയിൽ നിന്ന്, മിനാരത്തിൽ നിന്ന്, ഹയ്യ അലസ്വലാത്ത് ഹയ്യ അലൽ ഫലാഹ്, ബാങ്കിന്റെ ധ്വനി നമ്മുടെ ചവിട്ടിലേക്ക് കേൾക്കുന്ന പരിസര നിവാസികൾ ആദ്യമായി നടക്കുന്ന ഒന്നാമത്തെ ജമാഅത്തിന് വന്ന് അവ്വല് വക്തിൽ നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളലായ ഒന്നാമത്തെ അമൽ. വീണ്ടും ചോദിച്ചു, യാ റസൂലല്ലാഹ് സുമ്മ അയ്യുൻ, പിന്നെ ഏതാ നബിയെ? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ബിറുൽ വാലിദൈൻ. രണ്ടാമത് പറഞ്ഞത് അള്ളാന്റെ നിസ്കാരം കഴിഞ്ഞപ്പോ ഇവിടെയും ഖുർആനിൽ നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഹദീസിലും പറയുന്നത് ബിറുൽ വാലിദൈനി, നിന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. പിന്നെ ചോദിച്ചു സുമ്മയ്യുൻ, അവിടെന്ന് പറഞ്ഞു അൽ ജിഹാദു ഫീ സബീലില്ലാഹ്. ഇന്നലെയാണ് ബദരീങ്ങൾ ആണ്ട് കഴിഞ്ഞത്. ആരാണ് ബദരീങ്ങൾ? ഇസ്ലാമിന്റെ ഇസ്സത്ത് ലോകത്തിന് നമുക്ക് സമ്മാനിച്ച ചരിത്രങ്ങൾ കേട്ടവരും പഠിച്ചവരുമാണ്. എന്നാലും ഇന്ന് ഇങ്ങനെ അബറാറിന്റെ പേരിലാവട്ടെ, ഏതിന്റെ പേരിലാവട്ടെ, മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഒരുമിച്ചുകൂടാൻ നമുക്ക് ഏറ്റവും വലിയ ഇസ്ലാമിക ഇസ്സത്ത് തന്ന് നമുക്ക് വേണ്ടി ശരീരം കൊടുത്തവർ, സമ്പത്ത് കൊടുത്തവർ അസ്ഹാബുൽ ബദരീൻ. അല്ലാഹുവേ, അവരെ കാവലും പൊരുത്തവും ഈ സദസ്സിലും ഞങ്ങളെ മഹല്ലത്തിലും നൽകണേ അല്ലാഹ്. ആ ബദരീങ്ങൾ യുദ്ധം ചെയ്ത ബദർ, ഉഹുദീങ്ങൾ യുദ്ധം ചെയ്ത ഉഹുദ്, ഖന്ദഖ്, തബൂക്ക്, ഹുനൈൻ, ഇതൊക്കെ യുദ്ധത്തിന്റെ രംഗങ്ങളാണ്. ഈ യുദ്ധത്തിൽ പോയി ഷഹീദാകുന്നത് മൂന്നാമത്തെ സ്ഥാനമാണ്. രണ്ടാമത്തെ സ്ഥാനം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളോട് മക്കൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന വല്ലാത്ത വേദനിക്കുന്ന രംഗങ്ങള്. സുബ്ഹാന ജല്ല ജലാലു. ഓരോ ഉമ്മമാരും വാപ്പമാരും പറയാണ്, വാപ്പ മരിച്ചു, സ്വത്തൊക്കെ എന്റെ പേരിലായപ്പോ ഞമ്മക്ക് മക്കളല്ലേ, ഓർക്കല്ലേ നമ്മളിതൊക്കെ കഷ്ടപ്പെട്ടത്, ആ മക്കൾക്കൊക്കെ എഴുതി കൊടുത്തു, ഓരെന്നെ നോക്കും, മരിക്കോളം നോക്കുമെന്ന പ്രതീക്ഷയില് ഇന്ന് ആ പ്രിയപ്പെട്ട ഉമ്മ വീട് പോലുമില്ലാതെ തെണ്ടുന്നൊരവസ്ഥയില്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്താൻ, നമ്മുടെ അധികമായ മക്കളുടെ വാത്സല്യവും സ്നേഹവും പലപ്പോഴും നമ്മൾ അപകടത്തിലെത്തിക്കുന്നത്. ഈ കാലഘട്ടം വലിയ വിഷമത്തിലാണ്. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി ഒരു രൂപ പോലും സ്വന്തം ആഖിറത്തിന് പോലും ചെലവഴിക്കാൻ മടിക്കുന്ന എത്ര വാപ്പമാർ. ഒരു പള്ളിക്കോ ഒരു മദ്രസക്കോ ഒരു ദീനി സ്ഥാപനത്തിനോ ഒന്നിനും കൊടുത്തിട്ടില്ല. ഒക്കെ ശേഖരിച്ച് മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചവർ. അവസാനം ഒരു കിടക്കപ്പായിൽ കിടക്കുമ്പോ നോക്കാൻ ഈ മക്കളില്ലാതെ മറ്റുള്ള അയൽവാസികളും നാട്ടുകാരും വന്ന് നോക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അത്തരം പിതാക്കൾ മാറിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയുന്നു, നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം. പക്ഷേ നമ്മുടെ ജീവിതം മറന്നു പോകരുത്. നമുക്കൊരു മരണമുണ്ട്. മരണത്തിന്റെ ശേഷം ഭയാനകമായ ഖബറുണ്ട്. അതിന്റെ ശേഷം കാലാകാലം ജീവിക്കേണ്ട പരലോകമെന്ന് പറയുന്ന ലോകമുണ്ട്. ആ ലോകത്തേക്ക് ഞാൻ എന്ത് സംഭാവിച്ചു എന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ല, ഒക്കെ എന്റെ മക്കൾക്ക് എന്ന് കരയേണ്ട ഒരവസ്ഥ പലപ്പോഴും നമുക്ക് വന്നേക്കാം. അതുകൊണ്ട് ഇന്നത്തെ ഈ വാതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന പാഠം ഉമ്മയാരാണ് വാപ്പയാരാണെന്ന ബോധം അവരെ നമ്മൾ പഠിപ്പിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.
പ്രവാസ ലോകത്തെ നമ്മുടെ വലിയ വലിയ തിരക്കിനിടയിൽ ഉമ്മാനെ തിരിച്ചറിയാത്തവർ, വാപ്പാനെ തിരിച്ചറിയാത്തവർ, സമ്പാദ്യത്തിന്റെ പിന്നാലെ ഓടുന്നവർ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അവര് ദുന്യാവിന്റെ പിന്നാലെ ഓടാണ്. സമ്പാദ്യം 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 എന്ന് ഓടി അവസാനം അവര് മരണപ്പെട്ട് ആ ഖബറിലേക്ക് വെച്ച് മൂടുകല്ല് അവന്റെ തലയിൽ മുങ്കറിനെ കീറി ഒന്ന് ഇരുത്തുന്ന സമയത്ത് മൂടുകല്ല് അവന്റെ തലയിൽ തട്ടുമ്പോൾ അവനക്ക് ബോധം വെക്കുന്നത് ഞാൻ ഖബറിലാണല്ലോ. അതിന്റെ ഇടയില് വാപ്പയെ ഓർമ്മയില്ല, ഉമ്മയെ ഓർമ്മയില്ല, കുടുംബത്തെ ഓർമ്മയില്ല, ദുന്യാവിന്റെ ചിന്തയിൽ മാത്രം ഓടി നടക്കുന്നവർ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ കാത്ത് സലാമത്താക്കട്ടെ. ഈ വിശുദ്ധ റമദാനില് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്റെ മോന് ഉസ്താദ് ഓ നന്നാവും, ഓ നല്ല കുട്ടിയാണ്, ഓനാണ് എന്റെ കുടുംബത്തിൽ ഏറ്റവും നല്ലവനെന്ന് ഒരു ഉമ്മാന്റെ നാവ് കൊണ്ട് പറയിപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചാൽ ലോകത്തുള്ള ഔലിയാക്കന്മാരുടെ പ്രാർത്ഥനയെക്കാളും ഏറ്റവും വലിയ പ്രാർത്ഥന പ്രിയപ്പെട്ട ഉമ്മാന്റെ പ്രാർത്ഥനയാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കളെ കൂട്ടത്തിൽ ചിലപ്പോ നല്ല സജീവമായി ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യുന്ന മക്കളുണ്ടാവുമ്പോ പറയാം ഓന്റെ കുട്ടിയാണ്. മറ്റതൊക്കെ നമ്മളെ കുട്ടിയാണെങ്കിലും ഇവന്റെ സ്വഭാവത്തിന്റെ പേരിൽ ഉമ്മാന്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു പ്രാർത്ഥനയുണ്ട്. ചില ഉമ്മമാര് പറയാറുണ്ട്, രക്ഷിതാക്കൾ ഒരിക്കലും മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്. ഒരു 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ പരിചയത്തിലുള്ള ഒരു കൂട്ടുകാരൻ മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഹോസ്പിറ്റലിൽ ചെന്ന സമയം, ആ സമയത്ത് ഒരു പ്രിയപ്പെട്ട ഉമ്മ വല്ലാതെ പൊട്ടിക്കരയാണ്. ബെഡിൽ ഒരു ചെറുപ്പക്കാരനായ കുട്ടി കൈയൊക്കെ മുറിക്കപ്പെട്ട രൂപത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഈ ഉമ്മ വല്ലാതെ കരച്ചിലാണ്. അപ്പൊ എന്റെ കൂട്ടുകാരൻ ആ ഉമ്മയുടെ വിഷമം കണ്ട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? അപ്പൊ ആ ഉമ്മ പറയാണ്, ഞാൻ കരയുന്നത് എന്റെ മകനിക്ക് പരിക്ക് പറ്റിയെന്നതിലല്ല, അത് അല്ലാഹുവിന്റെ ഖദാ ആണ്. ആ പരിക്ക് പറ്റിയത് എന്റെ പ്രാർത്ഥന കൊണ്ടായല്ലോ എന്നതിലുള്ള ഖേദമാണ്. അപ്പൊ ഉമ്മാനോട് ചോദിച്ചു, എന്താ സംഭവിച്ചത്? ഇവനാണെങ്കിൽ എപ്പന്റെ കണ്ണ് തെറ്റിയാലും ഈ ബേക്കറി മറ്റതൊക്കെ ഷോക്കേസിൽ നിന്ന് ഇങ്ങനെ കട്ട് തിന്നൊരു സ്വഭാവം, ചെറിയ മക്കളിൽ ഉണ്ടാകുന്ന ചെറിയൊരു കുസൃതിയാണ്. ഇത് വല്ലാതെ ഇങ്ങനെ വന്നപ്പോ എനിക്ക് ദേഷ്യം വന്നപ്പോ കൈയാണ്ട് മുറിഞ്ഞു കിട്ടിയാ മതിയോ എന്ന് ഞാൻ പറഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ആ പൊന്നുമോനൊന്ന് വീണിട്ട് കയ്യങ്ങ് മുറിഞ്ഞുപോയി. അപ്പ ഉമ്മ പറയാണ്, എന്റെ പ്രാർത്ഥനയുടെ ഫലം എന്റെ മകന്റെ കൈ പോയല്ലോ. ഇത് ഞാൻ പറയുന്നത് പലപ്പോഴും ദേശത്തിന്റെ പേര് ഓന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ മക്കള് പറഞ്ഞ കൊണ്ടുവയ്യാന്ന് പറഞ്ഞ് ബൈക്കെടുത്തോടുമ്പോ എവിടെങ്കിലും പോയിട്ട് എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് ഉമ്മാന്റെ നാവ് ചലിച്ചാൽ അല്ലാഹു ദുആ സ്വീകരിക്കും ഉമ്മ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മക്കൾക്കെതിരെ പിരാൻ പാടില്ല, ശപിക്കാൻ പാടില്ല. ആ ശാപം അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ദുആക്ക് ഉത്തരം കിട്ടുന്നതിൽപ്പെട്ട ഒന്നാണ് മാതാപിതാക്കളെ പ്രാർത്ഥന. അത് നന്മക്കാണെങ്കിലും തിന്മക്കാണെങ്കിലും നല്ല പ്രാർത്ഥന കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യണം. എന്റെ ഉമ്മ, ഞാൻ ഓരോ കാര്യങ്ങൾ ഉമ്മാനെ റെസ്പെക്ട് ചെയ്ത് ഭാര്യയേക്കാൾ കൂടുതൽ, മക്കളെക്കാൾ കൂടുതൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയോടായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ബന്ധം. അല്ലെങ്കിൽ എത്ര വലിയവനാണെങ്കിലും, നാട്ടിലെ വലിയ സാമൂഹിക പ്രവർത്തകനാണെങ്കിലും അള്ളാന്റെ മുമ്പിൽ അവനിക്കൊരു രക്ഷയില്ല എന്ന് നോക്കൂ. നിങ്ങൾ ചരിത്രത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ച സ്വഹാബത്ത്. നിസ്കാരം മുത്തുനബിയുടെ കൂടെയാണ്. അവിടത്തെ എല്ലാ കാര്യങ്ങളും ഹബീബായ തങ്ങളെ കൂടെ ജീവിച്ച മഹാനായ സയ്യിദുനാ അൽഖമ റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയാണ്, പണ്ഡിതനാണ്. എല്ലാ നിലക്കും അദ്ദേഹം അള്ളാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന്റെ സമയമെടുത്തപ്പോൾ മരണത്തിന്റെ വെപ്രാളമായി വീട്ടിൽ കിടക്കുന്നു. അവിടുന്ന് മരിക്കാനുള്ള സമയമായി. കുടുംബത്തിലുള്ളവർ ലഖിനു മൗതാക്കും ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണം ആസന്നമായ ആളെടുത്ത് വെച്ചിട്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ആ നിലക്ക് കുടുംബക്കാർ അവിടുന്ന് ചൊല്ലിക്കൊടുത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തപ്പോൾ അൽഖമ റളിയല്ലാഹു അൻഹു ചെല്ലുന്നില്ല. അവിടത്തെ നാവനങ്ങുന്നില്ല, അവിടുന്ന് ഒന്നും മിണ്ടുന്നില്ല. റസൂലുള്ളാഹി തങ്ങളെ ഇഷ്ടപ്പെട്ട സ്വഹാബിയായിട്ട് എല്ലാ വഖത്ത് നിസ്കാരം മദീനത്ത് റസൂലുള്ളാഹി തങ്ങളെ പിന്നിൽ നിസ്കരിച്ചിട്ട് അൽഖമ തങ്ങൾ തഹ്ലീൽ ചെല്ലാതെ വന്നപ്പോൾ എന്തോ അപകടമുണ്ടെന്ന് മനസ്സിലാക്കി കുടുംബങ്ങള് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്തേക്ക് ആളെ വിട്ടയച്ചു. യാ റസൂലല്ലാഹ്, നബിയെ, അൽഖമ റളിയല്ലാഹു അൻഹു മരിക്കാനുള്ള സമയമായിട്ടുണ്ട്. അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ വിസമ്മതിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. റസൂലുള്ളാഹി തങ്ങൾ ഫാർസല അമ്മാറും ബിലാലും സുഹൈബ, അമ്മാർ ഇബ്നു യാസിർ തങ്ങളെയും സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെയും ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു 3 സ്വഹാബത്തിനെയും അവിടത്തേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ചൊല്ലിക്കൊടുക്കണേ. അങ്ങനെ വംദൂയിലേക്ക് ഫതബലഖനു ശഹാദ, ഈ 3 പേര് ചെന്നിട്ട് സ്വഹാബിയായ അൽഖമ റളിയല്ലാഹു അൻഹുവിനെ തഹ്ലീൽ ചൊല്ലിക്കൊടുത്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് ചൊല്ലിക്കൊടുത്ത സമയത്ത് അൽഖമ റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നില്ല. ഫജാഉ ഇലൈഹി ഫബജു ഫിൻ നസീബ ജഅലു യലഖനു ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിസാനഹു ലാ യൻതിഖു ബിഹാ. അങ്ങനെ ചെല്ലാതെ വന്നപ്പോൾ ഫഅർസലു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദാലിക, വീണ്ടും നബി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നബിയേ, ഈ സ്വഹാബത്ത് ചൊല്ലിക്കൊടുത്തിട്ട് അൽഖമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നില്ല നബിയേ, അൽഖമക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോഴാണ് ലോകത്തിന്റെ നേതാവ് സ്വഹാബത്തിനോട് ചോദിക്കുന്നു, ഹൽ മിൻ അബവൈഹി അഹദുൻ ഹയ്യുൻ. സ്വഹാബാ, ഇത്രയും വലിയ ഇബാദത്ത് ചെയ്ത്, ഇത്രയും വലിയ ആരാധന ചെയ്ത്, ഇത്രയും വലിയ നിസ്കാരം നിസ്കരിച്ച്, ഇത്രയും വലിയ മഹത്വം കിട്ടി, സ്വഹാബിയായ പട്ടം കിട്ടിയിട്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒറ്റ കാരണമേ എനിക്ക് ബോധ്യമാകുന്നുള്ളൂ. അതുകൊണ്ട് സ്വഹാബാ, ഹൽ മിൻ അബവൈ അഹദുൻ ഹയ്യുൻ, ഈ അൽഖമയുടെ ജീവിതത്തില് വാപ്പയോ ഉമ്മയോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കു സ്വഹാബാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലണില്ലാന്ന് കണ്ടപ്പോ റസൂലുള്ളാഹിക്ക് വേഗം ഓടിയത്, ഇത്രയും നിസ്കാരം ഹജ്ജും ഉംറയും മദീനത്ത് ജീവിച്ച റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബിമാരിൽ പണ്ഡിതനായിട്ട് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയില്ലെങ്കിൽ പിന്നെ ഒറ്റ കാരണേ ഉള്ളൂ, നിങ്ങൾ അന്വേഷിക്കണം വാപ്പയോ ഉമ്മയോ ജീവിച്ചിരിപ്പുണ്ടോ. ഖീല യാ റസൂലല്ലാഹ്, സ്വഹാബത്ത് അന്വേഷണം നടത്തിയപ്പോൾ ഉമ്മുൻ കബീറത്തു സിന്നീൻ, യാ റസൂലല്ലാഹ്, വാർദ്ധക്യമുള്ള വയസ്സായ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് നബിയേ. സ്വഹാബത്ത് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു. ഫഅർസല ഇലൈഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ലഹാ ഇൻ ഖദർതി അലൽ മസീർ ഇലാ റസൂലില്ലാഹി വഇല്ലാ ഫഖദ്രി ഫിൽ മൻസിലി ഹത്താ യഅതീക. ഫജാഅ ഇലൈഹാ റസൂലു വഅഖ്ബറഹാ ബിദാലിക്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞു, ആ ഉമ്മാനെ നിങ്ങൾ കൊണ്ടുവരണം, ആ ഉമ്മാനെ നിങ്ങൾ ഇങ്ങോട്ട് എത്തിക്കണം. സ്വഹാബത്ത് ഉമ്മയെ കണ്ടെത്തി ഉമ്മാനെ എത്തിച്ചു കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ് മറ്റു സ്വഹാബത്തിനോട്, നിങ്ങൾ പോയിട്ട് കാട്ടിൽ പോയി നല്ല വിറക് ശേഖരിക്കണം. കത്തിക്കാനുള്ള വിറക് ഒരു കൂട്ടം സ്വഹാബത്തിനോട് കൊണ്ടുവരാൻ പറഞ്ഞു. ചില സ്വഹാബത്തിനോട് ഉമ്മാൻ അന്വേഷിക്കാൻ പറഞ്ഞു. ഉമ്മാൻ അന്വേഷിച്ചു കൊണ്ടുവന്നു. കുറെ സ്വഹാബത്ത് വിറകുകൾ കൂട്ടിവെച്ചു. സ്വഹാബത്തുൽ കിറാമിന്റെ മുമ്പിൽ വെച്ചിട്ട് ആ ഉമ്മയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, യാ ഉമ്മ അൽഖമ, അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ എന്നോട് സത്യം പറയണം, നിങ്ങൾ കളവ് പറയരുത്. നിങ്ങളുടെ കൈഫ ഹാലു വലദിക അൽഖമ, നിങ്ങളുടെ മകനായ അൽഖമയുമായുള്ള ജീവിതത്തില് നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു ഉമ്മ?
നിങ്ങൾക്ക് വേദനയായിരുന്നോ, പ്രയാസമായിരുന്നോ? നിങ്ങളെ മകനെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേദന വന്നിട്ടുണ്ടോ? നിങ്ങളെ കൽബിൽ എന്തെങ്കിലും കറയുണ്ടോ ഈ മകനെ കുറിച്ച്? ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ് ഉമ്മയോട്. ആ സമയത്ത് ഉമ്മ പറഞ്ഞ മറുപടിയാണ്, യാ റസൂലല്ലാഹ് കസീറു സ്വലാത്ത് കസീറു സിയാമി കസീറു സ്വദഖ. എന്റെ മോന് നല്ല നിസ്കാരക്കാരനായിരുന്നു, പരാതിയില്ല. എന്റെ മോന് നല്ല നോമ്പ് നോൽക്കുന്നവരായിരുന്നു, പരാതിയില്ല. എന്റെ മോന് നല്ല സ്വതക്ക ചെയ്യുന്ന, ധർമ്മം ചെയ്യുന്നവരായിരുന്നു, പരാതിയില്ല. എല്ലാത്തിലും എന്റെ മകൻ മുന്നിലാണ്. എന്നിട്ട് ഖാല റസൂലുള്ളാഹ്, അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളെ മകനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. മകൻ എങ്ങനെയാണെന്ന് എനിക്കറിയും, എന്റെ കൂടെ ജീവിച്ചവരാണ്. ആ മകന്റെ കൂടെ ഉമ്മ നിങ്ങളെ ജീവിതം പറയാനാ പറഞ്ഞത്. കാലത്ത് ആ ഉമ്മയങ്ങ് കരഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ ഈ അബ്റാർ ഇത്തരത്തിലുള്ള സംഗമത്തിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ഉപ്പമാരോട്, ഉമ്മമാരോട്, ചെറുപ്പക്കാരോട് ചിന്തിക്കാൻ വേണ്ടി പറയട്ടെ. ആ ഉമ്മ കരഞ്ഞിട്ട് പറഞ്ഞ മറുപടി, യാ റസൂലല്ലാഹ്, നിസ്കാരവും ഹജ്ജും ഉംറയും സക്കാത്തും സ്വതക്കയും കൊടുത്ത് ഇത്രയും വലിയ പണ്ഡിതനായി ജീവിച്ച മോനാണെങ്കിലും ആ മകന്റെ കാര്യത്തില് അലൈഹി സാഖിതാ, എന്റെ മകനോട് എനിക്ക് ദേഷ്യമാണ് നബിയേ, എന്റെ മകനോട് എനിക്ക് പൊരുത്തമില്ല നബിയേ. ഇതങ്ങ് കേൾക്കേണ്ട താമസം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് കൂട്ടിവെച്ച വിറകിന് തീ കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഉമ്മാന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു, ഇനി അൽഖമക്ക് ഈമാനുള്ള മരണമില്ല, വിറകിലിട്ട് കത്തിച്ച് കളഞ്ഞേക്കു സ്വഹാബാ. റസൂലുള്ളാഹി തങ്ങൾ ഇതങ്ങ് പറഞ്ഞ സമയത്ത് സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് വാത്സല്യനിധിയായ ഉമ്മ എത്ര മക്കള് വേദനിപ്പിച്ചാലും, മക്കള് ചവിട്ടിയാലും, മക്കള് കുത്തിയാലും മനസ്സലിയുന്ന പ്രിയപ്പെട്ട ഉമ്മമാരില്ലേ? ആ പ്രിയപ്പെട്ട ഉമ്മയങ്ങ് കരഞ്ഞിട്ട് ചോദിക്കുന്നു, എന്തിനാണ് എന്റെ മകനെ കത്തിച്ച് കളയുന്നത് നബിയേ? റസൂലുള്ളാഹി പറഞ്ഞു, ഉമ്മാന്റെ പൊരുത്തമില്ലാത്തവര് എത്ര ഇബാദത്ത് ചെയ്തിട്ട് അവനിക്ക് ഈമാനില്ല. ആ ഉമ്മാനോട് ചോദിച്ചു, എന്തിനെ നിങ്ങൾ മകനോട് ഇത്രയും ദേഷ്യം പിടിക്കുന്നത്? ഇന്നത്തെ ആധുനിക കാലഘട്ടങ്ങളില് നമ്മുടെ യുവാക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വിഷമിക്കുന്ന ഘട്ടമേതെന്നറിയോ? വളർത്തി വലുതാക്കിയ ഉമ്മാനെ വലിച്ചെറിയുന്നത് എപ്പോഴാണ്? വാപ്പാനെ വീട്ടിൽ നിന്നിറക്കുന്നത് എപ്പോഴാണ്? ജീവിതത്തിലേക്ക് ഭംഗിയുള്ളതോ സമ്പത്തുള്ളതോ ആയ ഒരു പെണ്ണ് കടന്നു വരുമ്പോ ആ പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് ഉമ്മ പോരായ്മയായി പോയി, വാപ്പ കാണാൻ പറ്റാത്തവരായി പോയി, ഞങ്ങളുടെ സ്റ്റാറ്റസിനും ഞങ്ങളെ സമ്പത്തിനും ഞങ്ങളെ ജോലിക്കോ ഇത്തരം വാപ്പമാര് തടസ്സമാണ് എന്ന് പറഞ്ഞിട്ട് വാപ്പാനെ മാറ്റി നിർത്തുന്ന മക്കള്, ഉമ്മാനെ മാറ്റി നിർത്തുന്ന മക്കള്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട മുത്തുനബിയോട് പറയാണ്, യാ റസൂലല്ലാഹ്, തങ്ങൾ ചോദിച്ചു, വലിമ, നിങ്ങൾ എന്തിനാ മകനെ ദേഷ്യപ്പെട്ടത്? ഉമ്മ പറയാണ്, കാലത്ത് യാ റസൂലല്ലാഹ് കാന യുസിറു സൗജതഹു വയസിനി. അവന്റെ ജീവിതത്തിലേക്ക് അൽഖമ കല്യാണം കഴിച്ചപ്പോൾ പിന്നെ ഭാര്യയാണ് അവന്റെ ഫുള്ള് റോൾ മോഡല്. ഭാര്യ പറഞ്ഞതേ അവൻ കേൾക്കാറുള്ളൂ, ഭാര്യ പറഞ്ഞതേ വാങ്ങാറുള്ളൂ, ഭാര്യയുടെ കൂടെ നടക്കാറുള്ളൂ. അതിന്റെ മുമ്പ് എനിക്ക് സ്നേഹം തന്നവന്, വസ്ത്രം തന്നവന്, മരുന്ന് തന്നവന്, എല്ലാ നിലക്കും എന്നെ സ്നേഹിച്ച മകന് ഇപ്പൊ ഭാര്യക്കാണ് വില കൊടുക്കുന്നത്. വയസ്സിനീ, എന്നെ നിന്ദിച്ചു പോയി നബിയേ. ഇതെന്റെ മനസ്സിന് വല്ലാതെ വേദന വന്നുപോയി നബിയേ. ഗർഭം ചുമന്നത് 10 മാസം ഉമ്മയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണേ. ഇവ 3 കാര്യം വാപ്പയിൽ ഒഴിവാണ്. എന്റെ ശബ്ദം
ശബ്ദം കേൾക്കുന്നവരില് 3ഉം 4ഉം 2ഉം പ്രസവം കഴിഞ്ഞ ഉമ്മമാരുണ്ടല്ലോ. അള്ളാന്റെ ഹബീബ് പറയുന്നു, ഒരു പെണ്ണിന്റെ ഏറ്റവും വാപ്പയേക്കാൾ 3 വട്ടം ഉമ്മാക്ക് സ്ഥാനം കൊടുത്തതിന്റെ ഒന്നാമത്തെ കാരണം ഒരു പെണ്ണിന്റെ പ്രസവ വേദന. 18 എല്ലുകൾ ഒരേ സമയത്ത് അങ്ങനെ പച്ചയായി പൊട്ടിക്കുമ്പോ എത്ര വേദനയുണ്ടോ, അതിനേക്കാൾ വേദനയാണ് ഉമ്മ മക്കളെ പ്രസവിക്കുന്ന വേദനയെന്ന് ഖാല റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് പെണ്ണനുഭവിക്കുന്നത് മരണത്തിന്റെ പകുതി വേദനയാണ്. അങ്ങനെ മരണത്തിന്റെ പകുതി വേദനയാകുന്ന ഈ ഒരു വേദന അനുഭവിച്ചിട്ട് പോലും അത്തരം പെണ്ണുങ്ങൾ പോലും ഉമ്മമാരോട് ഈ കാലഘട്ടത്തിൽ കാണിക്കുന്ന അവഗണന കാണുമ്പോ ഒന്നേ പറയാനുള്ളൂ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, ഖബർ മറന്നുപോയി, ആഖിറത്തിനെ മറന്നുപോയി, അല്ലാഹുവിന്റെ പരലോകത്തെ മറന്നുപോയി. ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ ഉമ്മമാരെ എത്ര പെൺമക്കളാണ് ഭർത്താവിനെ നിർബന്ധിച്ചിട്ട് വാപ്പയെയും ഉമ്മയെയും മാറ്റി നിർത്താൻ പല പെണ്ണുങ്ങളും രംഗത്ത് വരുമ്പോൾ ഇത്രയും മരണത്തിന്റെ വേദന അനുഭവിച്ച പ്രസവം കഴിഞ്ഞിട്ടോ ഇത് മരണത്തിന്റെ ഒരു ലഘുവായ വേദനയെന്ന് ഇസ്ലാം പറഞ്ഞിട്ടും ഈ വേദന അനുഭവിച്ചവരും സ്വന്തം അമ്മായിമ്മമാരെ അല്ലെങ്കിൽ സ്വന്തം ഉമ്മമാരെ അവരെ മാറ്റി നിർത്തിയിട്ട് കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തുമ്പോ ആഖിറുസ്സമാന അമല് കുറഞ്ഞവരാണ്, ഇബാദത്ത് കുറഞ്ഞവരാണ്. ഞാനും നിങ്ങളും ചെയ്ത അമല് ഈ റമദാനിൽ എത്ര തറാവീഹ് നിസ്കരിച്ചു, 9:30 ആകുമ്പോഴേക്ക് നമ്മളെ മനസ്സ് പിടച്ചില്ലേ? ഇന്ന് ഉസ്താദ് എത്ര സ്ലോ ആണ്, ഇന്നലെ 5 മിനിറ്റ് മുമ്പ് കഴിഞ്ഞു. നമ്മളെ തറാവീഹ് എവിടെ? നമ്മുടെ നോമ്പ് എവിടെ? നമ്മുടെ ഇബാദത്ത് എവിടെ? ആരുടെ ചര്യ നമ്മൾ പിൻപറ്റുന്നത്? റകഅത്ത് തറാവീഹ് വെറും 3 മണിക്കൂർ കൊണ്ട് തീരണോ, അല്ലെങ്കിൽ ഞാൻ ഈ പള്ളിയിൽ വരൂല. ഇതല്ലേ നമ്മളെ തീരുമാനം? ആരുടെ ചര്യ നമ്മൾ പിൻപറ്റുന്നത്? സ്വർഗത്തിന്റെ ഉദ്ഘാടകനായ, ലിവാഹിന്റെ വാഹകനായ, ഹൗദിന്റെ നായകനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഉമ്മത്താണ് നമ്മള്. ആ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം കേട്ടിട്ടുണ്ടോ നിങ്ങള്? മസ്ജിദുൻ നബവിയുടെ ചാരത്തുള്ള ഇന്നത്തെ റൗളയാകുന്ന ആ ഖബർ ശരീഫ് കിടക്കുന്ന ഹുജറത്തു ശരീഫ് ആയിഷ ബീബിയുടെ വീടാണ്. ഇന്നും അവിടത്തെ ഒരു ജനവാതിലില് ബൈത്തു ആയിഷ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ ആയിഷ ബീബിയുടെ വീട്ടിൽ നിന്ന് രാത്രിയായാൽ ഇശാ നിസ്കരിച്ചു വന്ന് അല്പം ഭക്ഷണം കഴിച്ചിട്ട് ഭാര്യയോട് ആയിഷ ഉമ്മയോട് ഇന്നലെ ആയിഷ ഉമ്മയുടെ ആണ്ടിന്റെ ദിനമാണ്, അവിടുത്തെ ദറജ ഉയർത്തണേ അല്ലാ, അവിടുത്തെ പൊരുത്തം ഈ സദസ്സിന് നൽകണേ അല്ലാ. ആയിഷമ്മോട് ചോദിക്ക, ഞാൻ നിസ്കരിക്കാൻ പോട്ടെ. ആരാ ചോദിക്കുന്നത്? സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്കെ പറഞ്ഞോ, മുഹമ്മദുർ റസൂലുള്ളാഹി. പള്ളിയിൽ നിന്ന് മസ്ജിദുൻ നബവിയിലേക്ക് ഇറങ്ങിയിട്ട് നിസ്കരിക്കാൻ. മസ്ജിദുൻ നബവിയിൽ 2 ബാങ്കുണ്ട്. ഒന്ന് തഹജ്ജുദിന്റെ സുബഹി ബാങ്കും, മറ്റൊന്ന് നമ്മളെ സുബഹിക്കുള്ള ബാങ്കും. രാത്രി സമയമായപ്പോൾ മഹാനായ ബിലാൽ ഇബ്നു റവാഹ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ വന്ന് കതക് തുറന്നു നോക്കുമ്പോ പള്ളിയുടെ അകത്ത് ഇരുട്ടറയിൽ നിന്ന് തേങ്ങി തേങ്ങി കരയുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. ആ സമയത്ത് ബിലാൽ തങ്ങൾ ചെറിയ വിളക്കങ്ങ് കത്തിച്ചു നോക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖായ ലോകത്തിന്റെ നേതാവ്, മദീനയുടെ രാജാവ്, ലോകത്തെ മുഴുവനും മദീനയിലേക്ക് മാടി വിളിച്ച മഹബത്തിന്റെ നേതാവ് സാദിഖുൽ മസ്തൂഖ് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് നിസ്കരിക്കുന്നു എന്ന് മാത്രമല്ല, അവിടത്തെ കണ്ണുനീര് ഒലിച്ചൊലിച്ചൊലിച്ച് താടി രോമങ്ങളിലൂടെ ഒലിച്ചിട്ട് അവിടത്തെ മുസല്ല നനഞ്ഞുപോയി. റസൂലുള്ളാഹി തങ്ങളുടെ കാല് നീര് കെട്ടിയിട്ട് അവിടുന്ന് വാർദ്ധക്യ സമയത്തുള്ള കാല് നീര് കെട്ടിയിട്ട് വീർത്ത് നിൽക്കുന്നുണ്ട്. ഇത് അറിഞ്ഞിട്ട് ബിലാല് തങ്ങൾ കരഞ്ഞിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഇതെന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത് നബിയേ? ഈ വിവരം ആയിഷ ഉമ്മയോട് പറഞ്ഞപ്പോ ആയിഷ ഉമ്മ ചോദിച്ചു, പുന്നാര ഹബീബേ, അല്ല ദോഷം പുറത്തു തന്നില്ലേ? സ്വർഗം തങ്ങൾക്ക് തന്നില്ലേ? സ്വർഗത്തിന്റെ ഉദ്ഘാടകനല്ലേ? സ്വർഗത്തിന്റെ ഒന്നാമത് കടക്കുന്നവരല്ലേ? പിന്നെന്തിനാണ് ഈ രാത്രികളിൽ നിന്ന് നിസ്കരിക്കുന്നത്? അപ്പൊ തങ്ങൾ പറഞ്ഞ മറുപടിയുണ്ട്, അഫലാ അകൂന അബ്ദൻ ശകൂറാ. ഇതൊക്കെ തന്ന രാജാവായ റബ്ബിനോട് നന്ദിയുള്ള ഒരു അടിമയാകണ്ട ആയിഷ എന്ന് ലോകത്തിന്റെ നേതാവ് പറഞ്ഞെങ്കിൽ അല്ല നമുക്ക് ആയുസ് തന്നിട്ടുണ്ട്, ആരോഗ്യം തന്നിട്ടുണ്ട്, എല്ലാം തന്ന ഖാലിഖായ റബ്ബ് ഇതൊക്കെ തന്നിട്ട് ഒരു 5 വഖ്തെങ്കിലും പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ, ഒരു റമദാനിന്റെ തറാവിയെങ്കിലും നല്ല മനസ്സോടെ വന്ന് സമയമെടുത്ത് നിസ്കരിക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ. നമ്മൾ വല്ലാതെ ധിക്കാരികളായി പോയല്ലോ. അല്ലാഹു നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് വിശുദ്ധ റമദാനിൽ ഇന്ന് മഗ്ഫിറത്തിന്റെ 10, ഇന്ന് 19 അല്ലെ? ഇന്ന് നോമ്പ് 19 അല്ല 18 അല്ലേ? 18 ആയിട്ടുള്ളൂ. അപ്പൊ 18 ഇന്നത്തെ രാത്രി 19ന്റെ രാത്രിയാണ്, നാളത്തെ രാത്രി 20ന്റെ രാത്രിയാണ്. അപ്പൊ 19ന്റെ രാത്രിയാകുന്ന ഇന്ന് മഗ്ഫിറത്തിന്റെ 10 അവസാനിക്കും. നാളത്തെ പകലും കൂടി കഴിഞ്ഞാൽ മറ്റന്നാൾ രാത്രി ആകുമ്പോഴേക്ക് മഗ്ഫിർ നമ്മളെ ഇത്തക്കും മിനന്നാറെത്തി. 2 കുറഞ്ഞ സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു സാന്ത്വന പ്രവർത്തനം പാവപ്പെട്ടവർക്ക് വർഷങ്ങളോളമായി ജാതി മതം നോക്കാതെ അവരുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ കണ്ടെത്തിയിട്ട് ഈ ഒരു കൂട്ടായ്മ അവരിൽ നിന്നും അവരുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും ശേഖരിക്കുന്ന ഈ ഒരു സാമ്പത്തിക സ്രോതസ് കൊണ്ട് ഒരുപാട് രോഗികൾ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പലവരുടെയും വീടുകളിൽ ആവശ്യമായ അവരുടെ രോഗസംബന്ധമായ ഉപകരണങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റമദാനിൽ നമ്മുടെ പ്രിയപ്പെട്ടതായ പാവപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് ഇത്തരം റിലീഫ് ചെയ്യുന്നുണ്ട്. ഇത് വലിയൊരു ഇബാദത്താണ്. ബഹുമാനപ്പെട്ട സയ്യിദുന കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, റബ്ബേ, എനിക്ക് നല്ലൊരു ഇബാദത്ത് പറഞ്ഞു തരണം. അല്ലാഹ് പറഞ്ഞു, ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ മൂസാ നബി പറഞ്ഞു, ഇത് എല്ലാരോടും പറയുന്നതല്ലേ, എനിക്ക് ഒന്നും കൂടി ഉഷാറുള്ളത് പറഞ്ഞു തരണം. അപ്പൊ അല്ലാഹ് പറഞ്ഞു, വഇത്ആമു ത്വആം, പാവപ്പെട്ടവർക്ക് നീ ഭക്ഷണം കൊടുക്കുക. ഇത് വലിയ കൂലിയാണ്, ഇത് വലിയ പ്രതിഫലമാണ്. ബദരീങ്ങളെ ആണ്ടിന്റെ പേരിലാണെങ്കിൽ പോലും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് ബദരീങ്ങളെ തീറ്റിപ്പിക്കാനല്ല. ബദരീങ്ങൾ എന്ന് പറയുന്ന മഹാന്മാര് മഹത്തുക്കളാണ്. അവരെ പേരിൽ ഒരുമിച്ച് കൂടുമ്പോ അവരുടെ ഒരു ബറക്കത്ത് കിട്ടാൻ, ഒരു നന്മ ചെയ്യാണ് ഭക്ഷണം കൊടുക്കുന്നത്. അത് ബദരീങ്ങൾ ആണ്ടിനും ചെയ്യാം, അല്ലാത്തപ്പോഴും ചെയ്യാം, ഏത് സമയത്തും പ്രതിഫലമാണ്. അങ്ങനത്തെ ഒരു നല്ല സദസ്സിൽ ഇത്രയും മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഒരുമിച്ച് കൂടിയ ഈ വേദിയിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഒരു നസീഹത്ത് പറയാം. ഇന്നത്തെ ദിവസം അള്ളാഹുവിനോട് മഗ്ഫിറത്ത് ചോദിക്കാതെ ഒരാൾ മഗ്ഫിറത്തിന്റെ 10 പോയാൽ അവനിക്ക് അള്ളാഹിന്റെ ശാപമുണ്ട് എന്നത് ഉറപ്പാണ്. വിശുദ്ധമായ മദീനത്തെ പള്ളിയിലെ മിമ്പറയിലെ 3 പടിയിലേക്ക് കയറുമ്പോ 3 ആമീൻ ഒരു വെറൈറ്റി ആയി അള്ളാഹിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞു. എവിടെയില്ലാത്തൊരു പരിപാടിയാണ്. അപ്പൊ അള്ളാഹുവിന്റെ സ്വഹാബത്ത് അള്ളാഹിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, നബിയെ, എന്തിനങ്ങനെ ഒരു വെറൈറ്റി 3 ആമീൻ? ഇത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ തങ്ങൾ പറഞ്ഞ 3 ആമീൻ ഗൗരവപ്പെട്ടതാണ്. ഇന്നത്തെ വിഷയത്തോടും ഈ മഗ്ഫിറത്തിന്റെ 10നോടും ഈ സദസ്സിന്റെ ബഹുമാനത്തോടും ബന്ധപ്പെട്ട 3 കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി തങ്ങൾ മിമ്പറയിൽ കയറുമ്പോ മുഖറബുൽ അംലാക്ക് ജിബ്രീലിന്റെ പ്രാർത്ഥനയാണ്. എന്നിട്ട് ജിബ്രീൽ പറയാണ്, നബിയെ കുൽ ആമീൻ പറയും. നബിയെ, നിങ്ങൾ ആമീൻ പറഞ്ഞാൽ പിന്നെ ഫുൾ, ഇനി തർക്കമില്ല, ഇജാബത്ത് ഉറപ്പാണ്. 1ാമത് പറഞ്ഞത്
എന്റെ ഹബീബായ തങ്ങളുടെ പേര് ഏതെങ്കിലും സദസ്സിൽ പറയപ്പെട്ടാൽ ഖാല റസൂലുള്ളാഹി സാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി മദ്ഹറുൽ അത്തമായ നബി മുഹമ്മദ് മുസ്തഫ, എന്റെ പേര് ഒരു സദസ്സിൽ പറയപ്പെട്ടാൽ ആ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനിക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാവട്ടെ നബിയേ. ഖുൽ ആമീൻ. ആമീൻ പറ നബിയേ. നിങ്ങളെ പേര് കേട്ടിട്ട് ആര് സ്വലാത്ത് ചെല്ലാത്തുണ്ട് ഓൽക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്താതിരിക്കട്ടെ. രണ്ടാമത് പറഞ്ഞത് അവനിക്ക് രണ്ടും ജീവിച്ചിരിക്കുന്ന മാതാവും പിതാവും അവന്റെ വീട്ടിലുണ്ട്. അവർക്ക് ഗുണം ചെയ്യാതെ, അവരെ പൊരുത്തം വാങ്ങാതെ അവര് മരണപ്പെട്ടു പോയ ഏതെങ്കിലും ആണോ പെണ്ണോ ഉണ്ടെങ്കിൽ അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാവട്ടെ നബിയെ. ഖുൽ ആമീൻ. രണ്ടാമത്തെ പടി കയറുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ആമീൻ. അപ്പൊ ആര് അന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നുണ്ടോ ഓൽക്കൊക്കെ ഈ ശാപം ഉണ്ടാവും. അപ്പൊ അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടൂല. മൂന്നാമത്തത് റമദാൻ ഷരീഫ് കടന്നു വന്നിട്ട് മഗ്ഫിറത്തിന്റെ 10 എന്ന് പറയുന്ന വിശാലമായ ഒരു 10 ദിവസം തന്നിട്ട് ഒരു അടിമ അല്ലാഹുവിനോട് മനസ്സറിഞ്ഞിട്ട് അവന്റെ കൽബ് പൊട്ടി കണ്ണ് നിറഞ്ഞ് പാപമോചനം നടത്താതെ മഗ്ഫിറത്തിന്റെ 10 ആരിൽ നിന്ന് കഴിഞ്ഞു പോയോ അവർക്കും അല്ലാഹുവിന്റെ ശാപമുണ്ടാവട്ടെ നബിയേ. ആ സമയം ഇതാ. ഇനി ഇന്നത്തെ രാത്രി നാളത്തെ പകലും കൂടി കഴിഞ്ഞാൽ അതും യാത്ര പറയാൻ നെഞ്ചത്ത് കൈവച്ചിട്ട് ഈ ഒരു സദസ്സില് ഇത് ഇൽമ പഠിപ്പിക്കുന്ന കേന്ദ്രമാണ്, അള്ളാഹ് ആരാധിക്കപ്പെടുന്ന പരിശുദ്ധമായ പള്ളിയാണ്. ഇത് രണ്ടിന്റെയും ഇടയില് ഇതിലൂടെ പഠിച്ചെടുത്ത ഏറ്റവും വലിയ ഇൽമാകുന്ന സ്വാന്തന പ്രവർത്തനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ വേദിയാണ്. ആ ഒരു വേദിയിൽ മനസ്സ് തട്ടിയിട്ട് പടച്ചോനെ റഹ്മത്തിന്റെ 10 കഴിഞ്ഞ് മഗ്ഫിറത്ത് വന്ന് ഞാൻ എപ്പോഴെങ്കിലും അള്ളാഹിനോട് എന്റെ ഖൽബ് തട്ടിയിട്ട് ദോഷങ്ങൾ പൊറുപ്പിച്ചിട്ടുണ്ടോ? പള്ളിയിലെ ഇമാം അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി എന്ന് പറയുമ്പോ ഞാൻ ഒരു ഇൻകിലാബ് പോലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലും ഖൽബിന്റെ ഉള്ളറിഞ്ഞിട്ട് ഈ തൗബ എന്ന് പറയുന്നത് അത് നമ്മളെ കേവലം ഒരു പ്രകടനമല്ല, ഹൃദയത്തിന്റെ അകത്തുനിന്ന് വരല. മൂസാ നബി അലൈഹിസ്സലാം ഒരു ദിവസം ഇങ്ങനെ ഒരു ക്ലാസ്സിൽ വയതുപോലെ ഇങ്ങനെ സദസ്സിരിക്കുക. അപ്പോ ആ സദസ്സിൽ മഴ കിട്ടാതെ വല്ലാതെ പ്രയാസപ്പെട്ട് എല്ലാവരും വലിയ ബേജാറില്ല. എല്ലാവരും പറഞ്ഞു മൂസ നബി അള്ളാഹിനോട് ഇങ്ങനെ ദ്വാരക്കി, ഞങ്ങൾക്ക് മഴ വേണം, അല്ലെങ്കിൽ വലിയ വിഷമങ്ങൾ അവിടെ വരാൻ പോണത്. മൂസാ നബി അലൈഹിസ്സലാം 2 കൈ മലർത്തിയിട്ട് നല്ലോണം ദ്വാരുന്നു, മഴ വരുന്നില്ല. മൂസാ നബി എത്ര ദ്വാരന്നിട്ടും മഴ വർഷിക്കുന്നില്ല. അവസാനം അള്ളാഹു വിളിച്ചു കൊടുത്തു മൂസ നബിയെ. ആ കൂട്ടത്തിൽ വലിയ ഒരു പാപിയായ മനുഷ്യൻ ആ കൂട്ടത്തിലുണ്ട്. ഈ ഇരിക്കുന്ന കൂട്ടത്തില് ഒരു പാപിയായ മനുഷ്യനുണ്ട്. അയാളെ തെറ്റുകൊണ്ട് അള്ളാഹു ആ ദുആ സ്വീകരിക്കണില്ല. ഇതിന്റെ അർത്ഥം എന്താ? നമ്മൾ കൂട്ടമായി ദ്വാരക്കുന്ന സമയത്ത് ആ ദ്വായിൽ നമ്മൾ തെറ്റ് ചെയ്ത് മോശപ്പെട്ടവരുണ്ടെങ്കിൽ തന്നെ അള്ളാഹു തആല ദുആ സ്വീകരിക്കില്ല എന്നാണ്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇതിൽ ഏതോ ഒരാൾ വലിയ പാപം ചെയ്ത ആളുണ്ട്, അയാൾ എനിക്കറിയണം. മൂസാ നബി ഇങ്ങനെ ഫ്രണ്ടിലൂടെ നടന്ന് ഓരോരുത്തരോട് ഇങ്ങനെ ചോദിച്ച് പോവാൻ ഒരു 3-4 സ്വപ്നണ്ട് കഴിഞ്ഞപ്പോ ആകാശത്തുനിന്ന് വല്ലാത്ത മഴണ്ട് വർഷിക്കുക. മൂസാ നബി അലൈഹിസ്സലാം ആകെ അത്ഭുതപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, അതെന്താണ്? അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം അന്വേഷിച്ചു, ഇതെന്താണ് അത്ഭുതം? അപ്പൊ മൂസാ നബിയോട് പറയാണ്, നിങ്ങള് ഇങ്ങനെ ഓരോരുത്തരോട് അന്വേഷിച്ച് വരുമ്പോ ഞാൻ പറഞ്ഞ ആ പാപം ചെയ്ത ആള് നിങ്ങൾ എത്തുന്നതിന്റെ തൊട്ട് ബാക്കിലുണ്ട്. അയാള് ഹൃദയം തട്ടിയിട്ട് പടച്ചോനെ ഈ സദസ്സിൽ എന്നെ വശനാക്കരുത്, ഞാൻ ചെയ്ത തെറ്റെനിക്കും മാപ്പ് ചെയ്യണേ അല്ലാ എന്ന് ഖൽബ് തട്ടി അവിടെ നിന്ന് തൗബ ചെയ്തു. അത് ഞാൻ സ്വീകരിച്ചു, മഴ പെയ്യിപ്പിച്ചു. സയ്യിദുനാ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം എന്ന് പറയുന്നത് ഈ ദിവസത്തില് നമ്മൾ ഇവിടുന്ന് ദുആ ചെയ്ത് പോകുന്ന സമയം, ഇന്നത്തെ ദിവസം എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ഉപ്പമാരോട് ഉമ്മമാരോട് രാത്രി സമയത്ത് ഒരല്പസമയമെങ്കിലും, വിശാലം ഇന്ന് തിങ്കളാഴ്ച രാവും കൂടിയാണ്, നമ്മളൊന്ന് ഉറക്കമൊഴിച്ചിട്ട് പടച്ച റബ്ബിനോട് ഞാന് അൽഹംദുലില്ലാ ഇവിടെ ഉസ്താദ് ചിലപ്പോ തറാവിന്റെ ശേഷം ക്ലാസ് എടുക്കാറുണ്ട്, അതുപോലെ നമ്മളെ പള്ളിയിലും ക്ലാസ് എടുക്കാറുണ്ട്. ഓരോ ദിവസവും എത്രയോ വലിയ പാപങ്ങൾ ചെയ്ത ആളുകള് അള്ളാഹുവിലേക്ക് തൗബ ചെയ്തപ്പോ വിലായത്ത് കിട്ടിയ ഓരോ ചരിത്ര ദിവസം പറയാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോ പഠിച്ചോനെ അങ്ങനത്തെ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഒക്കെ കേൾക്കുമ്പോ നമ്മൾ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. എന്നാലോ അള്ളാഹിനോട് കുറുക്കന്നെ തേടാൻ നമ്മൾ തയ്യാറുമല്ല. അതുകൊണ്ട് ഇന്നത്തെ രാത്രി
അള്ളാഹുവിനോട് മനസ്സറിഞ്ഞിട്ടൊന്ന് ദുആ ചെയ്യണം. അല്ലാ, നീ ഗഫൂറാണ്, ഗഫാറാണ്, എല്ലാവർക്കും പാപം പുറത്തു കൊടുക്കുന്നവനാണ്. ഈ സാധുവായ ഞാൻ എന്റെ ജീവിതത്തിന് വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, കൽബ് കൊണ്ട്, എന്റെ അവയവങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്തവനാണ്. എനിക്കൊന്നു മാപ്പ് തരണേ അല്ലാ എന്ന് ഈ വിശുദ്ധ റമദാനിന്റെ മഗ്ഫിറത്തിന്റെ 10ന്റെ അവസാനത്തിൽ ഞാനും നിങ്ങളും ഒന്ന് കരഞ്ഞു ദുആ ചെയ്യണേ. ഇനി ഒരു മഗ്ഫിറത്തിന്റെ 10 വരുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ റമദാനില് നമ്മളെ കൂടെയുള്ള പലവരും ഖബറിലാണ്. റജബ് വന്നപ്പോ റമദാൻ ആഗ്രഹിച്ച ബല്യഗന റമദാൻ എന്ന് പറഞ്ഞ പലവരും ഖബറിലാണ്. എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടമായ എന്റെ പ്രിയപ്പെട്ട ഉപ്പ വിശുദ്ധമായ ശഅബാൻ 11-നാണ് യാത്ര പറഞ്ഞത്. റമദാന് വലിയ ആഗ്രഹിച്ചവര് ഈ ചൊവ്വാഴ്ച അവിടുത്തെ 40ാമത്തെ മരണപ്പെട്ട 40ആണ്. അള്ളാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. വാപ്പ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ വലിയ അഹങ്കരിക്കേണ്ടവരും സന്തോഷിക്കേണ്ടവരുമാണ്. വാപ്പ പോയാൽ പിന്നെ നമ്മൾ എപ്പോഴും ഒറ്റപ്പെട്ട് കിടക്കേണ്ടവരാണ്. അത് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചു പോയി. വീട്ടിലേക്ക് ചെല്ലുമ്പോ ആദ്യമായി ഉപ്പാന്റെ റൂമിലേക്ക് കടന്നു ചെല്ലുന്ന റൂം ശൂന്യമായപ്പോ വാപ്പാന്റെ കാലശേഷം ചെയ്യേണ്ട കർമ്മങ്ങൾ മക്കളാകുന്ന ഞങ്ങൾ ചെയ്തിട്ട് എങ്ങനെ നോക്കിയിട്ടും വാപ്പ എത്തിച്ചതുപോലെ എത്തിക്കാൻ കഴിയുന്നില്ല. നമുക്ക് തോന്നും വാപ്പൊക്കെ പോയിട്ട് വേണമെന്ന് ഉഷാറാക്കാൻ. പക്ഷേ വാപ്പ പോയാൽ പിന്നെ നമ്മുടെ കൈകൾക്ക് ബലമില്ല. ഉമ്മ പോയാൽ നമ്മുടെ കൽബിന് ബലമില്ല. നമുക്ക് താങ്ങും തണലുമായി ദുആ ചെയ്യാൻ പിന്നെ മറ്റൊരു കേന്ദ്രമില്ല. മൂസാ നബി അലൈഹിസ്സലാമിന് ഏത് സമയത്തും തൂർ സീനാ പർവ്വതത്തിലേക്ക് കയറുമ്പോൾ അല്ലാഹു തആല വിളിക്കുമ്പോൾ ഓടിച്ചെല്ലാറുണ്ട്. പ്രിയപ്പെട്ട മാതാവ് മരിച്ചതിന്റെ ശേഷം തൂർ സീനാ പർവ്വതം കയറുമ്പോ അല്ലാഹു തആല പറയുന്ന ഒരു വാക്കുണ്ട്, മൂസ ഒന്ന് ശ്രദ്ധിക്കണേ. ഇതുവരെ നിങ്ങൾ ഓടി വരുമ്പോ നിങ്ങളെ വീഴ്ചയിൽ നിന്ന് താങ്ങി നിർത്താൻ നിങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാന്റെ 2 കരങ്ങളുടെ പ്രാർത്ഥനയുണ്ടായിരുന്നു. ഇന്ന് ആ പ്രാർത്ഥന നിലച്ചുപോയി. ഇനി എപ്പോഴും വീണേക്കാം, അപകടം പറ്റിയേക്കാം. അത്രയും പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയ എത്രയോ കുടുംബങ്ങളുണ്ട്. നമ്മുടെ ഉമ്മമാര് ഖബറിലാണ്, വാപ്പമാര് ഖബറിലാണ്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വെച്ച് അവർക്ക് വേണ്ടി നമുക്ക് കരഞ്ഞു ദുആ ചെയ്യണം. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിലും അവരെത്ര പ്രായമുള്ളവരാണെങ്കിലും മഗ്ഫിറത്തിന്റെ 10 പാപമോചനം കിട്ടണമെന്ന വാശി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇന്ന് നമ്മളെ വീട്ടിലേക്ക് ചെന്നിട്ട് കിടക്കുന്നവരാവട്ടെ ഇരിക്കുന്നവരാവട്ടെ ആ ഉമ്മാനെ ഒന്ന് മാറോട് ചേർത്ത് പിടിച്ചിട്ട് അവരെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്തിട്ട്, ഉമ്മ ഞാൻ ഇന്നൊരു വഴുത് കെട്ടു വരികയാണ്, ഞാനൊരു ക്ലാസ് കെട്ടി വരികയാണ്, എന്റെ ഉമ്മാനോട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പോയി മകന്റെ മനസ്സിലോ മകളെ മനസ്സിലോ ഇല്ല. പക്ഷേ റമദാന്റെ മഗ്ഫിറത്തിന്റെ 10 യാത്ര പറയുമ്പോ എന്റെ ഉമ്മ എനിക്ക് പൊരുത്തപ്പെട്ടു തന്നു എന്നതിന്റെ പേരിലെങ്കിലും എന്റെ ദുആ സ്വീകരിക്കാൻ ഉമ്മാനോട് ഞാൻ പൊരുത്തം ചോദിക്കുന്നു എന്ന് പറയാൻ ഇന്നത്തെ ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കന്മാർ പ്രവാസ ലോകത്ത് ദുബൈയിൽ നിന്ന് UAE-യിൽ നിന്ന് ഇന്നും എന്റെ വാട്സപ്പിലൂടെ വന്ന എത്ര മെസ്സേജുകളാണ്. കുടുംബത്തിന് വേണ്ടിയിട്ട്, ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാം വിട്ടേച്ച് മരുഭൂമിയിലും അതുപോലെ തന്നെ പ്രയാസപ്പെട്ട് ജോലി ചെയ്യുന്നവര് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അക്രമപരമായ യുദ്ധത്തിന്റെ പേരില് മറ്റുള്ളവർ പരസ്പരം ചെയ്യുന്നതിന്റെ പേരിൽ അതിന്റെ അവശിഷ്ടങ്ങൾ വീഴുന്നു. പലവരും പരിക്ക് പറ്റുമോ, ജോലിക്ക് പോകാൻ പറ്റാതെ റൂമിനകത്ത് വിഷമത്തോടെ കിടക്കുന്ന നമ്മുടെ നാട്ടുകാരായ യുവാക്കള് അള്ളാഹു അവർക്ക് രക്ഷവും സലാമത്തും നൽകുമാറാവട്ടെ. ആ അറബ് രാജ്യങ്ങള് നിശ്ചയിച്ചു പോയാൽ നമ്മുടെ നാട് വലിയ ദാരിദ്ര്യത്തിലേക്കാണ് പോകുന്നത്. ഇത്രയും പ്രയാസപ്പെട്ട് വിദേശത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വീടുണ്ടാക്കി എല്ലാം തന്ന് നമ്മുടെ മുമ്പിൽ ഇന്നേ വരെ കണ്ണുനീര് കാണിക്കാത്ത ഒരാളുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ. ഈ കാലം എത്രയോ വേദനകൾ ഉള്ളിലൂടെ ഒതുക്കി വെച്ചിട്ടും പെൺമക്കളെ കെട്ടിച്ചയച്ച് ഭാരമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടും ആൺമക്കളുടെയും പെൺമക്കളുടെയും വിഷയത്തിന്റെ പേരിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടും മക്കളെ മുമ്പിൽ കണ്ണുനീര് കാണിക്കാത്ത ഒരു ലോകമുണ്ടെങ്കിൽ അത് പ്രിയപ്പെട്ട വാപ്പയാണ്. ആ വാപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ കെട്ടിപ്പിടിച്ച് അവരെ മുസാഫാത്ത് ചെയ്ത് സലാം പറഞ്ഞിട്ട്, ഉപ്പ എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരണോ, ഈ മകനിക്കൊന്ന് രക്ഷപ്പെടാനാ. അങ്ങനെ അവരോട് പൊരുത്തം വാങ്ങിയിട്ട് ഇന്ന് നമ്മൾ രാത്രി വന്ന് കരഞ്ഞു ദുആ ചെയ്താൽ ഒരുപക്ഷെ ഇന്നത്തെ ഈ നസീഹത്തിന്റെ ഈ ഒരു വേദി, ഇന്നത്തെ ഈ സ്വാന്തന പ്രവർത്തനത്തിന്റെ വേദി
നാളെ ഖാലിഖായ റബ്ബിന്റെ മുമ്പിൽ വിജയം കിട്ടാനുള്ള ഒരു കാരണമായി മാറും. അല്ലാഹു തആല ആ നിലക്ക് നമ്മളിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് വിശാലമായ ചർച്ചയിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, നാസറിന്റെ ശേഷം നമ്മളെ പള്ളിയിലെ മൗലിദ് നടക്കുകയാണ്. അങ്ങനെ ഏകദേശം രാവിലെ മഗ്‌രിബ് വരെ എപ്പോഴും ഇതുപോലെ ശബ്ദമിടുന്ന പരിപാടികൾ നടക്കുന്നത് കൊണ്ട് ചിലപ്പോഴൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും. എന്നും 12 മണി വരെ 12:30 വരെ എന്നും ക്ലാസ് നടക്കുന്നതാണ്. അല്ലാഹു തആല ദീനിയായ ഖുദ്മത്തുകൾ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ നമുക്ക് മസ്അലകളും ക്ലാസുകളും ഇമാമത്തുകളും മറ്റുള്ള ക്ലാസ്സൊക്കെ നടത്തി തരുന്നവരാണ്. അള്ളാഹു നമ്മുടെ ഇൽമിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ. ദീനി ഖുദ്മത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇവിടെ നടക്കേണ്ട കർമ്മങ്ങളൊക്കെ വേണ്ടതുപോലെ നടക്കും. അതിന്റെ തൊട്ടു മുമ്പായി ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു 2 വരി ഇൻഷാ അള്ളാഹ് കണ്ണടച്ചിട്ട് ഹബീബിലേക്ക് മനസ്സ് തിരിച്ചിട്ടൊന്ന് പാടിയിട്ട് ഇൻഷാ അള്ളാഹ്